നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പാരൻസിൻ്റെ ബ്ലെസ്സിങ്സും അവരുടെ നിസ്വാർത്ഥമായ പ്രാർത്ഥനയുമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മളെ പോലെയുള്ള മക്കൾ പലപ്പോഴും ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻഡഡ്, എസ്പെഷ്യലി പാരൻസിൻ്റെ കാര്യത്തിൽ. അവർ നമുക്ക് ചെയ്തു തരുന്ന പല കാര്യങ്ങളും നമ്മൾ വളരെ നിസ്സാരമായിട്ട്, എന്നാൽ നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ വലിയ കണക്ക് പറച്ചിലുമായിട്ട് മക്കളായിരിക്കുമ്പോൾ നമ്മൾ എന്ത് സെൽഫിഷ് ആണല്ലോ. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, വൈകിട്ട് ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം എല്ലാം ഉണ്ടാക്കാനുള്ള പെടാപ്പാട് കാരണം ഉമ്മയുടെ അടുത്തു നിന്നാണ് നമ്മൾ നോമ്പ് തുറക്കുള്ള ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. ഒന്നുകിൽ ഉമ്മ കൊടുത്തുവിടും, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി വാങ്ങി. ഇതാണ് ഒരു പതിവ്. എല്ലാ ദിവസവും ഇങ്ങനെ ആയാൽ ശരിയാവോ? അപ്പൊ ഇന്നൊരു ദിവസത്തേക്ക് നമ്മൾ ഫുഡ് ഉണ്ടാക്കി അവർക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. അതല്ലേ അതിന്റെ ഒരു ഇത്. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അങ്ങനെ രാവിലെ സുബഹി ബാങ്ക് കൊടുത്തതിന് ശേഷം ഹബ്ബിയെ കൊണ്ട് മട്ടനും ചിക്കനും ഒക്കെ മേടിപ്പിച്ചു ചെയ്ത് വെച്ചു. പുള്ളിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. ഉറക്കച്ചിടവിൽ വല്ല വിധേനയും അതങ്ങ് ഒപ്പി. കറി ഉണ്ടാക്കാനുള്ള മട്ടനും ഫ്രൈ ചെയ്യാനുള്ള ചിക്കനും മസാലയൊക്കെ തേച്ച് നന്നായിട്ട് മാറിനേറ്റ് ചെയ്ത് 2 മണിക്കൂർ ഫ്രിഡ്ജിലാക്കി. പിന്നെന്താ സാധാരണ പോലെ ഉള്ളി, മുളക് പൊടി, മസാലപ്പൊടിയൊക്കെ ചേർത്ത് തക്കാളിയും ചേർത്തതിന് ശേഷം മട്ടൻ ചേർത്തിട്ട് 2-3 വിസിലടിച്ചത് ആ മട്ടൻ കറി ഉണ്ടാക്കി. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയപ്പോൾ അത് കുറച്ച് നേരം എണ്ണയിട്ട് വലപ്പിച്ച്, സാധാരണ പോലെ അല്ലല്ലോ, ഒരു ഇച്ചിരി അധികം കൂടിയില്ലേ. അതും ഈ ചൂടത്ത് ചിക്കൻ്റെ ചൂടും പേർത്ത് കുളിച്ചൊരു പരി. പിന്നെ മട്ടൻ കറിയും ചിക്കൻ ഫ്രൈയും പാക്ക് ചെയ്ത് സഞ്ചിയിലാക്കി നോമ്പ് തുറക്കാനായിട്ട് ഉമ്മയുടെ അടുത്ത് പോയി. അൽഹംദുലില്ലാ, അങ്ങനെ നോമ്പൊക്കെ തുറന്നു. അങ്ങനെ വല്ലപ്പോഴൊക്കെ നമ്മുടെ പാരൻസിനെ അവർ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ട്രീറ്റ് ചെയ്യണം. അതൊക്കെ എല്ലായിടും നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. അല്ലെങ്കിൽ നമ്മളൊക്കെ പിന്നെ എന്താ അല്ലേ.